മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററുകളിലായിട്ട് പഠിക്കുന്ന ഒരു ടേമാണ് മൊളാരിറ്റിയും മൊളാലിറ്റിയും. ഈ മൊളാലിറ്റിയും കോൺസെൻട്രേഷൻ ടേമുകളാണ്. അപ്പോൾ നമ്മൾ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മുന്നേ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, പരമാവധി ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൊളാരിറ്റിയെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു മൊളാരിറ്റിയും കോൺസെൻട്രേഷൻ ടേംസ് ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട്, സൊല്യൂട്ടിന്റെ എമൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്, കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ് എന്ത്, മൊളാരിറ്റിയും മൊളാലിറ്റിയും. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്പർ 1, ദാറ്റ് ഈസ് മൊളാരിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക ക്യാപിറ്റൽ എം ഉപയോഗിച്ചിട്ടാണ്. മൊളാലിറ്റി ആണെങ്കിൽ സ്മോൾ എം ആയിരിക്കും. സോ മൊളാരിറ്റി ഈസ് റെപ്രസെന്റഡ് ആസ് ക്യാപിറ്റൽ എം. പഠിച്ചോ, ഒന്നാമത്തെ കാര്യം. ഇനി എന്താണ് മൊളാരിറ്റി? മക്കളെ, എൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഒരു വോളിയം ഉണ്ടല്ലോ, കറസ്പോണ്ടിങ് ലിറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോളിയം അതിനുണ്ട്, ലിറ്ററിലാണ് നമ്മൾ അതിനെ പറയുന്നുണ്ടാവുക. ഈ ഒരു വോളിയത്തിൽ എത്രത്തോളം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, സൊല്യൂട്ടിന്റെ മാസ് അല്ല, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷനിൽ എത്ര ഉണ്ട്, അതിനാണ് എന്ത് വിളിക്കുന്നുണ്ടാവുക, മൊളാരിറ്റി എന്ന് പറയാം. നമുക്ക് മാസ് കിട്ടിയാൽ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാൻ പറ്റും. ആ നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് റെപ്രസെന്റിങ് മൊളാരിറ്റി. സോ വി ക്യാൻ ഡിഫൈൻ മൊളാരിറ്റി, ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷന്റെ വോളിയം ലിറ്ററിൽ എടുത്തിട്ട് എത്രത്തോളം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൊളാരിറ്റി. പഠിച്ചോ, നോക്കടാ. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ്, സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് വാട്ട്, മൊളാരിറ്റി. അപ്പം ആ ഡെഫിനിഷൻ നമ്മൾ ഇക്വേഷനിലേക്ക് മാറ്റിയാലോ. സോ മൊളാരിറ്റി, മക്കളെ നോക്കണേ, മൊളാരിറ്റി ദാറ്റ് ഈസ് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, അങ്ങനെയാണ് നല്ലത് കേട്ടോ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ഇത്രയും വലിച്ചു വാരി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ. ഇപ്പം നമ്മൾ ഒന്ന് മാറ്റുകയാണ്, ദാറ്റ് ഈസ് മൊളാരിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു N2. സോ ദാറ്റ് ഈസ് N2. ഈ 2 എന്ന് പറഞ്ഞ ടേം സൊല്യൂട്ടിന്റെ ടേം ആണ്, 1 ആണെങ്കിൽ സോൾവെന്റിന്റെ ടേം ആണ്. സോ വി വിൽ ഗെറ്റ് N2 ഡിവൈഡഡ് ബൈ V. ഈ വിന്റെ ബ്രാക്കറ്റിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നു L. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ദാറ്റ് വോളിയം ഇൻ ലിറ്റർ. റെഡി? നമുക്കറിയാം വോളിയം മില്ലി ലിറ്ററിലാണ് തന്നതെങ്കിൽ നമ്മൾ അതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ വോളിയം മില്ലി ലിറ്റർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 10⁻³ ചേർത്താൽ മതി. അതെന്തായിട്ടുണ്ടാവും, ലിറ്ററിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പം എനിക്ക് തന്നിരിക്കുന്ന വോളിയം മില്ലി ലിറ്ററിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവിടെ 10⁻³ കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഡിനോമിനേറ്റർ ഞാൻ 10⁻³ മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഡിനോമിനേറ്ററിൽ 10⁻³ മുകളിലോട്ട് വരുമ്പോൾ എന്താവും, ഇൻറ്റു 10⁻³ ആയിട്ട് മാറുമല്ലോ. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ മക്കൾ? നോക്കടാ, N2 ഇൻറ്റു വാട്ട് ഈസ് 10⁻³ 1000. സോ N2 ഇൻറ്റു 1000 ഓൾ ഡിവൈഡഡ് ബൈ V. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നു വോളിയം ഇൻ മില്ലി ലിറ്റർ. നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസിലും വോളിയം മില്ലി ലിറ്ററിലായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് 1000 അവിടെ വന്നത്? നമുക്കറിയാം വോളിയം മില്ലി ലിറ്ററിലാണെങ്കിൽ അതിനെ ലിറ്ററിലോട്ട് മാറ്റാൻ 10⁻³ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിലുള്ള ഈ 1/10⁻³ മുകളിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, 10⁻³ എന്ന് പറയുന്ന 1000 ആയിട്ട് മാറും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് N is equal to given mass by molar mass. That is, ഇത് സൊല്യൂട്ടിന്റെ മാസ് ആണല്ലോ. വി ക്യാൻ സേ ദാറ്റ് W2 ഡിവൈഡഡ് ബൈ M2. W2 എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് ആരാണ്, സൊല്യൂട്ട് ആണ്. M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് ആരാണ്, സൊല്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഈ രണ്ട് ഇക്വേഷനും മാറാണ്. N2 പകരം W2 ബൈ M2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു V. That is equal to W2 into 1000 all divided by M2 into V. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇവിടെ ലിറ്ററിലാണ്, ഇവിടെ എന്താണ്, മില്ലി ലിറ്ററിലാണ്.
നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അതിൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കേണ്ടത് ഈ ഇക്വേഷനാണ്. ബാക്കിയുള്ള ഇക്വേഷൻസ് പഠിക്കേണ്ടെന്നല്ല, എപ്പോഴും നമുക്ക് ബോർഡ് എക്സാം ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക ഇത് വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇക്വേഷൻസ് മക്കൾ പഠിച്ചു നോക്കുക. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു N2 ബൈ വോളിയം ഇൻ ലിറ്റർ ഇസ് ഈക്വൽ ടു N2 into 1000 ഡിവൈഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2V ഇൻ ലിറ്റർ ഇസ് ഈക്വൽ ടു W2 into 1000 ഡിവൈഡ് ബൈ M2 into V ഇൻ മില്ലി ലിറ്റർ. പഠിച്ചോ? ഓക്കെ, ഇനി മക്കൾ മനസ്സിലാക്കേണ്ടത് ഇതാ, നമുക്ക് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു W2 into 1000 ഡിവൈഡഡ് ബൈ M2 into V എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഈ വീനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ എന്താ കിട്ടുക എനിക്ക്, സോറി ഈ M2നെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ എന്താ എനിക്ക് കിട്ടുക, M2 ഈസ് ഈക്വൽ ടു W2 into 1000 ഡിവൈഡഡ് ബൈ V. എടാ ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ, ഇതിൻ്റെ അർത്ഥമാണ് W2 മീൻസ് മാസ് ഓഫ് സൊല്യൂട്ട്, 1000 ബൈ V എന്ന് പറഞ്ഞാൽ വോളിയം ഇൻ ലിറ്റർ, ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് മാസ് പെർ ലിറ്റർ. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മാസ് പെർ ലിറ്റർ, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ലിറ്റർ ഓഫ് സൊല്യൂഷൻ അല്ലേ. സോ W2 into 1000 ഡിവൈഡ് ബൈ V. അങ്ങനെയാണെങ്കിൽ M into M2 എന്ന് പറഞ്ഞാൽ എന്താ, മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ്, ദാറ്റ് ഈസ് കോൾഡ്, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ. എന്താണ് വിളിക്കുക, സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ. CBSE-കാരുണ്ടെങ്കിൽ അവർ +2-ൽ പ്രാക്ടിക്കൽസ് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ ആണ്. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ? ഒന്നെങ്കിൽ M2 എന്ന് ചെയ്യാം, അല്ലെങ്കിലോ W2 into 1000 ഡിവൈഡ് ബൈ V എന്ന് ചെയ്യാം. അപ്പോൾ എന്ത് മനസ്സിലായി, സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു വാട്ട്, മാസ് പെർ ലിറ്റർ. ഒന്നാമത്തെ കാര്യം. ഇനി ഇതാണ് ഫസ്റ്റ് തിങ് കേട്ടോ, ഒന്നാമത്തെ തിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാരിറ്റി ഓൺ ഡൈലൂഷൻ്റെ ഇക്വേഷൻ എന്താണ്, മൊളാരിറ്റി ഓൺ ഡൈലൂഷൻ എന്താണ്? മൊളാരിറ്റി ഓൺ ഡൈലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് M1V1 ഇസ് ഈക്വൽ ടു M2V2 ഇസ് ഈക്വൽ ടു എക്സെട്ര ഇസ് ഈക്വൽ ടു MnVn. ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി M1 ആണ്, വോളിയം V1 ആണ്. ആ സൊല്യൂഷനെ നമ്മൾ വോളിയം V2ലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മൊളാരിറ്റി എന്താവും, M2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ മൊളാരിറ്റിയുടെയും വോളിയത്തിൻ്റെയും പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ മനസ്സിലാക്കണേ ഒരു കാര്യം ഉണ്ട്, യൂണിറ്റ് നമ്മൾ പറയുക മോളാർ, മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ M എന്നാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. എന്തുകൊണ്ടെന്നറിയോ, ഇവിടെ വോളിയത്തിൻ്റെ ഒരു ടേം നമ്മൾ ഇക്വേഷനിലുണ്ട്. ചാൾസ് ലോ അനുസരിച്ചിട്ട് നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. ചാൾസ് ലോ പ്രകാരം വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും. അങ്ങനെ വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള വോളിയം കൂടിക്കഴിഞ്ഞാൽ മൊളാരിറ്റി കുറയൂലേ. അപ്പോൾ മൊളാരിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്താ, മൊളാരിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മൊളാരിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യോ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് എന്തിൻ്റെ ബേസിലാണ്, ചാൾസ് ലോ അനുസരിച്ചിട്ടാണ്. നിങ്ങൾ കാർഡ് കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. മൊളാരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർത്ത് വെക്കണേ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ, നിങ്ങൾക്ക് മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് W/W തന്നിട്ടുണ്ട്, അതേപോലെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് പെർസെൻറ്റേജും ഡെൻസിറ്റിയും അതേപോലെ മൊളാരിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോ, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമ്മളെ NCERT-യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സസൈസിൻ്റെ ഭാഗത്തും അതേപോലെ പ്രോബ്ലംസ് ആ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷൻ പറയുകയാണ്, മൊളാരിറ്റി ഈസ് ഈക്വൽ ടു W divided by W, that is mass percentage into density into 10 divided by molar mass of solute. What is M2? M2 represent, what is that? M2 represent എന്താണ്, മോളാർ മാസ് ഓഫ് ആരാടാ മക്കളെ, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. തീരുന്നില്ല, ഡെൻസിറ്റി D ആണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്, ഡെൻസിറ്റി ഇൻ എവിടെ ആയിരിക്കണം, ഗ്രാം പെർ ml ആയിരിക്കണം. Then W/W, that is representing mass percentage. അപ്പോൾ ഈ ഇക്വേഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെച്ചോളൂ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇനി ഒരൊറ്റ ഇക്വേഷൻ കൂടി പറഞ്ഞുതരാം. നാലാമത്തെ ഇക്വേഷൻ, മൊളാരിറ്റി ഓൺ മിക്സിംഗ്. മൊളാരിറ്റി ഓൺ മിക്സിംഗ് സൊല്യൂഷൻസ് ഓഫ് നോൺ റിയാക്ടിംഗ് സ്പീഷീസ്. മൊളാരിറ്റി ഓൺ മിക്സിംഗ് നോൺ റിയാക്ടിംഗ് സൊല്യൂഷൻ, തമ്മിൽ റിയാക്ട് ചെയ്യാത്ത സൊല്യൂഷൻസ്. പുതിയ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അതാണ് നോൺ റിയാക്ടിംഗ് എന്ന് പറയുന്നത്. സോ മൊളാരിറ്റി ഓൺ മിക്സിംഗ് നോൺ റിയാക്ടിംഗ് സൊല്യൂഷൻസ്, നോൺ റിയാക്ടിംഗ് സൊല്യൂഷൻസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ 0.1 മോളാർ HCl
0.1 molar, 0.2 molar HCl, then 0.5 molar HNO3. ഇതൊക്കെ ആസിഡ്സ് ആണ്, നമ്മൾ മിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് സൊല്യൂഷന്റെ മൊളാരിറ്റി എന്താണ് അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയാണ് മൊളാരിറ്റി ഓഫ് ഫൈനൽ സൊല്യൂഷൻ. Molarity of final solution, that is MR is equal to M1 V1 plus, അതായത് ഫസ്റ്റ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി ഇൻറ്റു അതിൻ്റെ വോളിയം പ്ലസ് M2 V2 പ്ലസ് എക്സെട്ര പ്ലസ് MN VN all divided by total volume V1 plus V2 plus എക്സെട്ര പ്ലസ് VN. അപ്പോൾ ഈ ഇക്വേഷൻസ് മക്കളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയുന്നു, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ ആണ്. ദെൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. യൂണിറ്റ് മോളാർ, മോൾ പെർ ലിറ്റർ, ദെൻ മോളാർ. നമ്പർ ഓഫ് മോൾസിൻ്റെ യൂണിറ്റ് മോൾ ആണ്, വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്റർ ആണ്. ദാറ്റ് ഈസ് മോൾ പെർ ലിറ്റർ ഈസ് കോൾഡ് മോളാർ അല്ലെങ്കിൽ ക്യാപിറ്റൽ M. ദെൻ ഇക്വേഷൻസ് ഇതാ ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ നമുക്ക് വേറെ കുറച്ച് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് കേട്ട് വെക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റിനോട് കടക്കുന്നു. കാൽക്കുലേറ്റ് മൊളാരിറ്റി ഓഫ് 250 ml ഓഫ് NaO സൊല്യൂഷൻ കണ്ടെയ്നിങ് 8 gram NaOH. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ചോദിച്ചു കാണാം. CBSE ബോർഡ് എക്സാമിന് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഇതൊരു എന്താ പറയുക ഹയർ ലെവൽ ചോദ്യമൊന്നുമല്ല, പക്ഷേ ബോർഡ് എക്സാം, സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. സോ കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റി ആണ്. സോ ഇക്വേഷൻ കൊടുക്കാം, W2 × 1000 ഡിവൈഡഡ് ബൈ M2 × V. അല്ല സാറേ എന്തിനാ ഈ ക്വസ്റ്റ്യൻ എടുത്തേ? മക്കളെ ഇവിടെ നോക്കടാ, വോളിയം എന്തിലാ? മില്ലി ലിറ്ററിലാ. മാസ് എന്തിലാ? ഗ്രാമിലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുക്കണ്ടേ? നമ്പർ ഓഫ് മോൾസ് എന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാം W2 എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് 8 gram NaOH. ഓക്കെ, M2 എന്ന് പറഞ്ഞാൽ NaOHന്റെ മോളാർ മാസ്. NaOHന്റെ മോളാർ മാസ് പറഞ്ഞാൽ സോഡിയത്തിന്റെ മാസ് എത്രയാടാ? 23. ഓക്സിജന്റെ മാസ് എത്രയാടാ? 16. ഹൈഡ്രജന്റെ മാസ് എത്രയാടാ? 1. ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ തരും, തന്നില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. ദാറ്റ് ഈസ് 40 gram per mole ആണ് എന്ത് മോളാർ മാസ് ഓഫ് NaOH. അപ്പോൾ എന്ത് കിട്ടി? 40 gram per mole. യൂണിറ്റ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ദെൻ നമുക്ക് എന്താ വേണ്ടത്? വോളിയാണ്. വോളിയം ദാറ്റ് ഈസ് 250 ml. ലിറ്ററിലോട്ട് മാറ്റേണ്ട, കാരണം 1000 അവിടെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് molarity is equal to what is that? 8 × 1000 all divided by എന്താണ്? 40 × 250 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്തോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് പോയാൽ ഇവിടെ എന്തായിരിക്കും? 5 ഉണ്ടാവും അല്ലേ? 5 × 8 = 40. ഇതിങ്ങനെ കട്ട് ചെയ്താൽ ഇവിടെ മുകളിൽ 4 ഉണ്ടാവും. ദ ആൻസർ വിൽ ബി 4/5. 40/5 8 ആണെങ്കിൽ 4/5 എന്തായിരിക്കും? 0.8 മോൾ പെർ ലിറ്റർ എന്ന് കൊടുക്കുക കേട്ടോ. 0.8 മോൾ പെർ ലിറ്റർ, അല്ലെങ്കിൽ 0.8 മോളാർ എന്ന് പറയും. അതല്ലെങ്കിലോ 0.8 ക്യാപിറ്റൽ M. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്താലേ മാർക്ക് ഫുള്ള് കിട്ടുള്ളൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് റിക്വയർഡ് ടു മേക്ക് 500 ml ഓഫ് 0.2 മോളാർ അക്വസ് സൊല്യൂഷൻ. മോളാർ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് തന്നത് കൊണ്ട് വലിയ പണിയൊന്നുമില്ല, 126. ഇനി ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല വേണ്ടവരോട് നോട്ട് ചെയ്ത് വെച്ചോ. H2C2O4 2H2 എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ഫോർമുലയാണ്. അതിന്റെ മാസാണ് 126. എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ആണ് അല്ലേ. നമുക്ക് ആദ്യം അറിയുന്ന ഇക്വേഷൻ ഏതാ? മൊളാരിറ്റി തന്നിട്ടുള്ളത് കൊണ്ട് മൊളാരിറ്റി is equal to W2 × 1000 all divided by M2 × V. ദാ മൊളാരിറ്റി എന്നുണ്ട് അല്ലേ. കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് സൊല്യൂട്ട് W2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് W2? ഈ M2V അങ്ങോട്ട് പോട്ടെ. M2V 1000 താഴോട്ട് വരട്ടെ. എന്താ കിട്ടുക? 1000. സോ വാട്ട് ഈസ് മൊളാരിറ്റി? 0.2 മോളാർ ആണ് അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.2 മോളാർ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്? 126 ആണ് അല്ലേ. 126 യൂണിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഗ്രാം പെർ മോൾ ആണ്. വോളിയം പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? വോളിയം ഈസ് 500 ml. എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിലുണ്ട്. 500 ml ആണ്. സോ മക്കളെ എന്താ കിട്ടുക? മൊളാരിറ്റി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നോട്ട് മൊളാരിറ്റി, ദാറ്റ് ഈസ് W2 കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ തെറ്റുകൾ സംഭവിക്കും, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത്. ഓക്കെ, സോ W2 is equal to M 0.2 × M2 126 × V 500 all divided by 1000. മക്കളെ കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്തോ. ഇതാ ഇത് രണ്ടും കട്ട് ചെയ്താൽ 2, ഇതും കട്ട് ചെയ്താൽ 63. 63 × 2 126. അപ്പോൾ 63 × 0.2 12.6 ഗ്രാം എന്ന് കിട്ടും. ആൻസർ 12.6 ഗ്രാം. മാത്സിൽ കുറച്ച് പരിപാടികൾ നിങ്ങൾ ചെയ്യണം. CBSE-കാർക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. സ്റ്റേറ്റുകാർക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, എന്നാലും നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ട. കാരണം നമ്മൾ എൻട്രൻസ് ചെയ്തുള്ള ആൾക്കാരല്ലേ, അവിടെ കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ബോർഡ് എക്സാമിന് പറ്റും, എൻട്രൻസിന് പറ്റില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് മൊളാരിറ്റി ഓഫ് 20% KI സൊല്യൂഷൻ ഹാവിംഗ്
ഡെൻസിറ്റി 1.25 gram per ml. എടാ മാസ് പെർസെൻറ്റേജ് ആണ് കേട്ടോ, W/W ആണ്, W/W. ദെൻ ഡെൻസിറ്റി ഉണ്ട്. സോ എന്താ ഇക്വേഷൻ? Molarity is equal to W/W into density into 10 divided by molar mass of solute. പഠിക്കുക എന്താ ഇക്വേഷൻ? എന്താ? W/W മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ M2. ഓരോന്നും കൊടുത്തോളൂ. വാട്ട് ഈസ് മാസ് പെർസെൻറ്റേജ്? 20. വാട്ട് ഈസ് ഡെൻസിറ്റി? 1.25. വാട്ട് ഈസ് 10 അല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ NaCl എന്ന് പറഞ്ഞാൽ മക്കളെ പറഞ്ഞോ, NaClന്റെ മാസ് എന്താണ്? 23 + 35.5 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുക? 58.5 അല്ലേ മോളാർ മാസ് കിട്ടുക. അപ്പം എന്താണ്? ഡിവൈഡഡ് ബൈ 58.5. ഇതെല്ലാം കൂടി ചെയ്താൽ കിട്ടും 250 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു അല്ലേ 12.5 അല്ലേ. അപ്പോൾ നമുക്ക് 250 ഡിവൈഡഡ് ബൈ 58.5 എന്ന് കിട്ടും. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 4.27 മോളാർന്ന് കിട്ടണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ? ഓക്കെ, അപ്പം അതാണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് 100 ml ഓഫ് 1 molar NaOH സൊല്യൂഷൻ ഡൈല്യൂട്ടഡ് ടു 500 ml. കാൽക്കുലേറ്റ് മൊളാരിറ്റി ഓഫ് ദി ഫൈനൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി ഓൺ ഡൈലൂഷൻ്റെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണ് മൊളാരിറ്റി ഓൺ ഡൈലൂഷൻ? മക്കളെ പറഞ്ഞോളൂ. മൊളാരിറ്റി ഓൺ ഡൈലൂഷൻ ദാറ്റ് ഈസ് M1V1 ഈക്വൽ ടു വാട്ട്? M2V2. കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റി ഓഫ് ഫൈനൽ സൊല്യൂഷൻ M2 ആണ്. സോ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് M2? M2 is equal to M1V1 by V2. എന്താ M1? 1 molar. എന്താ V1? 100 ml. So 1 into 100 divided by what is V2? 500. So you will get 100 divided by 5. The answer will be 0.2 molar. 0.2 molar എന്നായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് മൊളാരിറ്റിൻ്റെ കേസിൽ സംസാരിക്കാനുള്ളത്. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് മൊളാലിറ്റി. എന്താ മക്കളെ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? മൊളാലിറ്റി റെപ്രസെൻറ്റ് വാട്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. അപ്പോൾ അവിടെയുള്ള വ്യത്യാസം എന്താ മൊളാരിറ്റി ആയിട്ട്? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഇൻ ലിറ്റർ ആണ് അവിടെ നമ്മൾ ഉപയോഗിച്ച്. സൊല്യൂഷന്റെ ലിറ്ററിലുള്ള വോളിയത്തിൽ എത്ര നമ്പർ മോൾസ് ഉണ്ട്. ഇവിടെ എന്താണ്? സോൾവെന്റ് കിലോഗ്രാമിൽ എടുത്താൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. രണ്ട് ഡെഫിനിഷനും സ്റ്റാർട്ടിങ് ഒരേപോലെയാണ്, പക്ഷേ എൻഡിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ എന്താണ്? വോളിയം ഇൻ ലിറ്റർ, ഇവിടെ എന്താണ്? മാസ് ഇൻ കിലോഗ്രാം ആണ്. പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക. മൊളാലിറ്റി എന്താവില്ല? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യൂല. യൂണിറ്റ് മോളാലിന് പറയും. അവിടെ നമ്മൾ മോളാർ എന്ന് പറഞ്ഞ പോലെ മോളാലിന് പറയും, മോൾ പെർ കിലോഗ്രാം എന്ന് പറയും, അതേപോലെ തന്നെ സ്മോൾ എം എന്ന് പറയുന്നതായിരിക്കും. രണ്ട് ടൈപ്പ് ഇക്വേഷൻസ് പഠിച്ചാൽ മതി. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് അല്ലേ പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് സൊല്യൂഷൻ അല്ല, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന് പകരം ദാറ്റ് ഈസ് മൊളാലിറ്റി ഈസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ആണ് W1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ W1. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കൊടുത്താൽ ഇയാൾ കിലോഗ്രാം ഡയറക്റ്റ്, ഇയാൾ എന്തായിരിക്കും? ഗ്രാമിലായിരിക്കും. സോ നമുക്കറിയാം, നമുക്ക് W ഇൻ ഗ്രാം എന്ന് പറഞ്ഞാൽ W ഇൻ ഗ്രാം ഇൻറ്റു 10⁻³ എന്താണ്? കിലോഗ്രാം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഇക്വേഷൻ. ഇനി N2ന്റെ ഇക്വേഷൻസ് കൊടുത്താൽ നമുക്ക് അവിടെ എന്താ കിട്ടുക? N2ന്റെ ഇക്വേഷൻസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ N2 ഇക്വേഷൻ എന്താ കൊടുക്കേണ്ടത്? W2/M2 അല്ലേ? എന്താ നമുക്ക് അവിടെ ഇക്വേഷൻ കിട്ടുക? ഫൈനൽ ഇക്വേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് വി വിൽ ഗെറ്റ് അനദർ ഇക്വേഷൻ W2 ഡിവൈഡഡ് ബൈ M2 W1 ദാറ്റ് ഈസ് ഈക്വൽ ടു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ പറഞ്ഞോ M2 ഇൻറ്റു W1. ഇതിങ്ങനെ പഠിച്ചാൽ ഒരിക്കലും എന്താവില്ല? മറക്കൂല. മനസ്സിലാക്കി പഠിച്ചോളണം. ഓക്കെ, ഇതാണ് മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഇക്വേഷൻ പഠിപ്പിച്ചു തരാം. നമ്മുടെ +1 NCERTയുടെ ചാപ്റ്റർ അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സമ്മറിയുടെ തൊട്ടു മുകളിൽ ഒരു സോൾവ്ഡ് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലം ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. അവിടെ ഇക്വേഷൻ ഇങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ സാർ പഠിപ്പിച്ച ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി. മൊളാരിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? മക്കളെ നോക്കടാ. മൊളാലിറ്റി ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു മൊളാരിറ്റി ഡിവൈഡഡ് ബൈ
1000 into density minus molarity into molar mass. What is the equation? Molality is equal to 1000 into molarity divided by 1000 into density minus ഡിനോമിനേറ്റർ തന്നെ എന്ത് ചെയ്യുക mm2 എന്ന് കൊടുക്കുക. മക്കളെ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? സ്മോൾ എം എന്ന് പറഞ്ഞാൽ അതല്ലേടാ മൊളാലിറ്റി. അതെ സാറേ മൊളാലിറ്റി ആണ്. ക്യാപിറ്റൽ എം എന്താടാ മൊളാരിറ്റി ആണ്. ഓക്കെ, ഡി എന്താടാ ഡെൻസിറ്റി ഇൻ ഗ്രാം പെർ എം എൽ ആണ്. ഡെൻസിറ്റി ഇൻ എന്താണ് ഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. ആൻഡ് ഫൈനലി വാട്ട് ഈസ് ക്യാപിറ്റൽ M2 എന്താണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇത്രയും സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റാ മൊളാരിറ്റിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പറ്റും. മൊളാരിറ്റിയും ഡെൻസിറ്റിയും തരും. എന്ത് കണ്ടുപിടിച്ചാൽ മതി? മൊളാരിറ്റി കണ്ടുപിടിച്ചാൽ മതി. നോക്കാം, ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുകയാണ്. അമംഗ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി വിച്ച് വൺ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്? മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്, മൊളാലിറ്റി ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. Clear. Next, 10 gram NaOH dissolved in 500 gram water. Calculate molality. So here mass തന്നു, അതേപോലെ സോൾവെന്റിന്റെ മാസ് തന്നു. സോ W2 into 1000 ഗ്രാമിലുള്ള മാസ് ആയതുകൊണ്ട് M2 into W1. W2 എന്ന് പറഞ്ഞാൽ 10 ഗ്രാം NaOH. വാട്ടർ എവിടെ ഉപയോഗിച്ചാലും അതെന്താണ് സോൾവെന്റ് ആണ് കേട്ടോ. വാട്ടർ എവിടെ ഉണ്ടെങ്കിലും സോൾവെന്റ് ആണ്. അതുകൊണ്ട് W1 ആണ് എന്ത് നമ്മുടെ 500 ഗ്രാം. മോളാർ മാസ് ഓഫ് NaOH നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞാണ് 40 ഗ്രാം പെർ മോള്. അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 10 into 1000 all divided by what is 40 into 500. ഓക്കെ, കട്ട് ചെയ്യുള്ളത് കട്ട് ചെയ്തോ, ഇതും കട്ട് ചെയ്തു 2, ഇത് കട്ട് ചെയ്തു 4, ദാറ്റ് ഈസ് 2/4 എന്ന് പറഞ്ഞാൽ 1/2 is equal to 0.5 മോളാല്, അല്ലെങ്കിൽ 0.5 മോൾ പെർ കിലോഗ്രാം. ഓക്കെ, അല്ലെങ്കിൽ 0.5 മോളാൽ. ക്ലിയർ അല്ലേ? റെഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് മുഴുവൻ കണ്ട ആൾക്കാർക്ക് എല്ലാ ഐഡിയും കിട്ടിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് 3 മോളാർ സൊല്യൂഷൻ. മൊളാരിറ്റി തന്നിട്ടുണ്ട്. NaCl സൊല്യൂഷൻ ഈസ് 1.25. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. മക്കളെ മൊളാലിറ്റി കണ്ടുപിടിക്കണം. മൊളാരിറ്റി ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, സബ്സ്റ്റൻസ് പറഞ്ഞിട്ട് എന്താണ് 1000 into മൊളാരിറ്റി ഡിവൈഡഡ് ബൈ 1000 into ഡെൻസിറ്റി മൈനസ് മൊളാരിറ്റി into മോളാർ മാസ്. മക്കളെ വാല്യൂസ് കൊടുത്തോളൂ. എന്താണ് 1000 into മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര? 3 അല്ലേ? മൊളാരിറ്റി എന്താണ് 3 മോളാർ. ഡെൻസിറ്റി എന്താണ് 1.25 ഗ്രാം പെർ ml. കണ്ടോ, മോളാർ മാസ് എന്താണ് NaCl മോളാർ മാസ് 58.5. എല്ലാം കൊടുത്തോളൂ, ഉത്തരം എളുപ്പത്തിൽ കിട്ടും. 1000 into 1.25 മൈനസ് വാട്ട് ഈസ് മൊളാരിറ്റി 3 into M2 എന്ന് പറഞ്ഞാൽ 58.5 എന്ന് പറഞ്ഞാൽ 3000 ഡിവൈഡഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1250. 58 into 5 എന്ന് പറഞ്ഞാൽ 58 into 3 എന്ന് പറഞ്ഞാൽ 175.5 ആണ്. സോ 175.5 എന്ന് പറഞ്ഞാൽ 3000 ഡിവൈഡഡ് ബൈ എത്ര കിട്ടുക 1074.5. നിങ്ങൾ കിട്ടേണ്ട ഉത്തരം 2.79 എന്താണ് മോളാൽ എന്നാണ്. ഇതെങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്ന് വെച്ചാൽ ഇത് കുറേ വട്ടം ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം ത്രൂ പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ക്വസ്റ്റ്യനൊക്കെ NCERT-യിലുള്ള ചോദ്യമാണ്. ഈ ഒരു ചോദ്യം NCERT-യിൽ സൊല്യൂഷൻ ഇങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ പറയുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മൊളാലിറ്റിയിലും ആർക്കും സംശയം വേണ്ടതില്ല. ഈ ഒരു സാധനം കണ്ടാൽ മതി. സോ മാക്സിമം നിങ്ങളെ എല്ലാ കൂട്ടുകാരിലേക്കും +1 പഠിക്കുന്ന ആൾക്കാർ +1 കൂട്ടുകാർക്കും, +2 പഠിക്കുന്ന ആൾക്കാർക്ക് +2 കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സോ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക. ഒരു ചോദ്യം കൂടി ഞാനിവിടെ തരുന്നുണ്ട്. ഒന്നുമില്ല, കാൽക്കുലേറ്റ് molarity of HCl solution containing the volume ഒരു 250 ml കേട്ടോ, 250 ml HCl solution containing 3.65 gram HCl. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്.